നമസ്കാരം. കേരളീയം എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ചെങ്ങന്നൂരിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജായ ചെങ്ങന്നൂർ IHRD കോളേജിലാണ്. കേരളത്തിൽ വിരലിലെണ്ണാൻ മാത്രം കോളേജുകൾ ഉണ്ടായിരുന്ന കാലത്ത് ചെങ്ങന്നൂരിൻ്റെ പ്രിയങ്കരിയായ പഴയ MLA ശോഭന ജോർജ് കൊണ്ടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ചെങ്ങന്നൂർ IHRD കോളേജ്. ചെങ്ങന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് നല്ല അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണ് ചെങ്ങന്നൂർ IHRD കോളേജ്. ഇന്ന് ഞങ്ങൾ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ: ആരാണ് പ്രിയപ്പെട്ട കണ്ടസ്റ്റൻറ്റ്, ആരാണ് ഒട്ടും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻറ്റ്, ആര് വിൻ ചെയ്യാനാണ് സാധ്യത എന്നീ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ ചോദിക്കാൻ പോകുന്നത്. നമുക്ക് അവരിലേക്ക് പോകാം. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആരും അതിൻ്റെ അകത്ത് വലിയ താല്പര്യം തോന്നിയില്ല. അത്യാവശ്യം എല്ലാവരും മോശമൊന്നുമല്ല, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി തോന്നിയില്ല, അത്രേ ഉള്ളൂ. കാണാറുണ്ട്. രജിസ്റ്റാറിന് മഞ്ജു. ഫുക്രു കുഴപ്പമില്ല, തിരക്കിയതില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടില്ലായിരുന്നു. മഹിമ നല്ലോണം കളിക്കുന്നത് മറ്റേ ഡോക്ടർ രജിത്ത് ആണെന്ന് തോന്നുന്നു. വെറുക്കുന്നതായിട്ട് ആരുമില്ല, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും വന്ന് കളിക്കുന്നത്. അപ്പം നമ്മൾ പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല, നല്ല ഗെയിമാണ്. എലീന അതുപോലെ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കണം. ജിൻസി അങ്ങനെ ആരും ഇല്ല, എല്ലാരും ഒരു ഇതൊക്കെ ഉള്ളു. പോണം ആഗ്രഹമുള്ളത് ഡോക്ടർ രജിത്ത്. ശ്രീലക്ഷ്മി ഇഷ്ടം അങ്ങനെ ആരും ഇഷ്ടമല്ലേ കേട്ടോ, കുഴപ്പമില്ല. ചുമ്മാ അങ്ങ് ദേഷ്യപ്പെടും ഇടയ്ക്കിടയ്ക്ക്. അങ്ങ് പുറത്ത് പോകുന്ന വീണ് എളുപ്പം പോവായിരിക്കും, പിന്നെ പോവാൻ താല്പര്യം ഡോക്ടറാ. അഖില വല്ലപ്പോഴും. ഏറ്റവും കൂടുതൽ രജിത് സാറിനാണ് ഒബ്വിയസ്ലി. ഇഷ്ടമല്ലാത്തത് പേഴ്സണലി ഇഷ്ടമല്ലാത്തതല്ല, പക്ഷെ കൂടുതൽ കൈൻഡ് ഓഫ് ഫൈറ്റിംഗ് ഒക്കെ കൂടുതൽ എനിക്കൊന്ന് മഞ്ജു പത്രോസാണ്. ഫുക്രയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ജയലക്ഷ്മി, രജിത് സാറിന് ഇപ്പോഴാണ് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണ്. രജിത് സാറിന്റെ ആശയങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം പുള്ളി നല്ല ജുഡീഷ്യസ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ആശയങ്ങളുണ്ട്, അത് പുള്ളി കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മഞ്ജു പത്രോസിനെ, ജസ്ല മാടശ്ശേരി, ഒഫ്കോഴ്സ് രജിത് സാർ. വോട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വോട്ടിങ്ങിലൂടെ ഏഷ്യാനെറ്റ് വിന്നറിനെ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രജിത് സാർ തന്നെ ആയിരിക്കും. വിസ്മയ. ബിഗ് ബോസ് കാണാറുണ്ട്. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇഷ്ടം ആദ്യമൊക്കെ രജിത് സാറിനെ ആയിരുന്നു ഇഷ്ടം, പക്ഷേ പുള്ളി ഒരു സ്ട്രാറ്റജി കൊണ്ടാണ് വന്നേക്കുന്നത്. പുള്ളിക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം വരുന്നതായിട്ടും പുള്ളി എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് പുള്ളിയോടുള്ളൊരു ഇത് കുറഞ്ഞു വരുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമല്ലാത്ത ആരെയാണ്? ഇഷ്ടമല്ലാത്തത് ആര്യയാണ്. ആരായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ്? വിൻ ചെയ്യാൻ ചാൻസ് വോട്ടിംഗ് വെച്ചിട്ടാണെങ്കിൽ രജിത് സാർ ആവാനാണ് സാധ്യത. പിന്നെ പറയാൻ പറ്റത്തില്ല, പവൻ ഒരു നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നു. ജസ്ല മാടശ്ശേരിയെ പറ്റി അഭിപ്രായം എന്താണ്? ജസ്ല മാടശ്ശേരി വന്നപ്പോൾ ഭയങ്കര വലിയ സ്റ്റാൻഡാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ആ ഗ്രൂപ്പുകൾക്കൊപ്പം നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഫുക്രുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുക്രുവിന് അങ്ങനെ ഒരു സ്റ്റേബിളായിട്ടൊന്നും നിൽക്കുന്നില്ല. ഫുക്രുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആദ്യമൊക്കെ രജിത് സാറിനൊപ്പം നിന്നു, പിന്നെ അടുത്ത ഗ്രൂപ്പുകളിൽ തുടങ്ങിയപ്പോൾ അവരോടൊപ്പം പോകുന്നു. റോഷൻ ഉണ്ട്, കാണാറുണ്ട്. രജിത് സാറാണ്, അത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാത്തതായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല. പുള്ളിക്കാരനെതിരായിട്ടുള്ള എല്ലാവരും വലിയ താല്പര്യം. പുള്ളിക്കാരൻ ഇത് കാണിച്ചാലും എന്തൊക്കെയായാലും പുള്ളിക്കാരൻ വീഡിയോ ഒക്കെ എനിക്ക് നല്ല താല്പര്യമുള്ളതാണ്. ശുക്രവാരം തീരെ അഭിപ്രായമൊന്നും ഇല്ല, ഒരു പൊട്ടക്കലിയനാണ്. കൊല്ലില്ല. ഏറ്റവും നന്നായി കളിക്കുന്ന ഡോക്ടർ മഞ്ജു ആയിരിക്കും. അൺഒഫീഷ്യൽ പോളിംഗ് അനുസരിച്ച് മഞ്ജു ആണ്. ഇനി ബിഗ് ബോസിന്റെ തീരുമാനം എങ്ങനെയാണെന്ന് അറിയില്ല. ഐറിൻ. അതെ സാർ. രജിത് സാർ. ആര്യ. മഞ്ജു. സാനിയ. ഇടയ്ക്കിടയ്ക്കാണ്. പവനെയും രജിത് സാറിന്. ആര്യ. ഫുക്രു ഓവറാ ഭയങ്കര. അല്ല, ഇടയ്ക്ക് ഇപ്പോഴും ഓവറാ. ഗായത്രി. കാണും. ദയ. നല്ല ചില കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നാറുണ്ട്, ചില കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നാറുണ്ട്. ചില കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു.
ആസ് എ പ്ലെയർ ഈസ് വെരി ഗുഡ് ആണ്. അയാളുടെ നല്ല ടാക്ടിക്സ് ആണ്, അതിനകത്ത് കളിക്കുന്ന നല്ല സ്ട്രാറ്റജി അനുസരിച്ചാണ് കളിക്കുന്നത്. ആര്യ ആയിരിക്കും, ആര്യ രജിത് സാറായിരിക്കും. രജിത് സാറാണ് ജയിക്കാൻ കാരണം. രജിത് സാർ ജയിക്കാണ് എനിക്ക് ചാൻസ് കൂടുതലും രജിത് സാറാണ്. ഉറപ്പായിട്ട് രജിത് സാർ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ഇഷ്ടമില്ലാത്തത് ആര്യാണ് ഇഷ്ടമില്ലാത്തത്. ആര്യാണെങ്കിൽ ഓവറായിട്ട് കളിക്കുന്ന എനിക്ക് തോന്നാറുണ്ട്. ആര് കുറച്ച് എന്താ പറയുക ഫേക്ക് ആയിട്ട് തോന്നാറുണ്ട്. ആര്യ അത് കുറച്ച് ഫേക്ക് ആണ് അവള്, ഫേക്കാണ്. അടുത്ത പ്രാവശ്യം മഞ്ജു പ്രകാശ് ആയിരിക്കും. മഞ്ജുവാണെങ്കിൽ ഓവറായിട്ട് നമ്മുടെ സാറിന് അങ്ങനെ ഓവറായിട്ട് എന്താ പറയാ ഒപ്പോസ് ചെയ്യുക അങ്ങനെ, അത് അത്ര പാടില്ലെന്നാണ് അങ്ങനെ അഭിപ്രായം. തീർച്ചയായും എൻ്റെ പേര് അതിൽ, ഞാൻ ഡെയിലി കാണാറുണ്ട്. കഴിഞ്ഞ സീസണും കണ്ടായിരുന്നു, ഈ സീസണും മുടങ്ങാതെ കാണാറുണ്ട്. രജിത് സാർ തീർച്ചയായും. ഇഷ്ടമല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 16 ഇഷ്ടമല്ല. അത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ പുള്ളിയോടുള്ള ആശയങ്ങളോട് ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുള്ളിയെ ഇഷ്ടമായതുകൊണ്ടോ അല്ല. നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ ഒരാളെ കോർണർ ചെയ്യുന്നത് ശരിയല്ല. അതിപ്പോൾ ആരാണെങ്കിലും ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അങ്ങനെ ആ ഒരു ഒറ്റപ്പെടുത്തലിൽ നിന്നുണ്ടായ ഒരു സ്നേഹമാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് പൂർണ്ണമായും ചോദിച്ചുകൊണ്ടൊന്നും അല്ല. പിന്നെ 16 പേരോടുണ്ടായ ഒരു ദേഷ്യത്തിൽ നിന്നുണ്ടായ ഒരു ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. രജിത് സാർ എന്ന് വോട്ട് ചെയ്യാറുണ്ട്. ഫുക്രു വളരെ നല്ലൊരു പ്ലെയറാണ്, ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന നിലയിൽ മാത്രമാണ് അവരെ കാണുന്നത്, അല്ലാതെ മോശം പ്ലെയർ ഒന്നുമല്ല. വളരെ പക്ഷേ കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾഡ് ആയിട്ട് ചെയ്യണം. പിന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഫുക്രുവിന് അറിയില്ല, അതാണ് പ്രശ്നം. ഇസ്ലാം അടശ്ശേരിയെ പറ്റി എനിക്ക് തോന്നുന്നു പഠിച്ചുകൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ തീർന്നെന്ന് തോന്നുന്നു, സ്റ്റോക്ക് എല്ലാം തീർന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് ചേർന്ന് നിന്ന് അഭിപ്രായങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് നിലനിൽക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമല്ലാത്ത ആരെയാ? മഞ്ജു പത്രോസ്. ആരായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ്? രജിത് സാറായിരിക്കും ഞാൻ തോന്നുന്നു. ഫക്രുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുക്രു ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് റിയൽ അല്ലാത്ത പോലെ തോന്നുന്നു, പ്ലേ ചെയ്യുന്നത്. ജസ്ല മാടശ്ശേരി ശരിയും ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്തൊക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തോ പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, പവനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. രജിത് സാറായിട്ട് ചേർന്നത് ഭയങ്കര ചേർന്നതുകൊണ്ടാണോ ഇഷ്ടം? അതുകൊണ്ടാണ് ഇഷ്ടം. പേരെന്താണ്? മെർലിൻ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രജിത് സാറ്. ഏറ്റവും ഇഷ്ടമല്ലാത്ത ആരെയാ? മഞ്ജു പത്രോസിന് ഒത്തിരി ഭയങ്കര ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതായിട്ട് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അപ്പം ഫുള്ളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗെയിമായിട്ടാണ് തോന്നാറ്, അല്ലാതെ എന്ത് കണ്ടാലും വെറുതെ പ്രകോപനം കൊണ്ട് ചുമ്മാ പറയുന്ന പോലെ തോന്നുന്നു. ഫുക്രുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുക്രു നല്ല ഗെയിമറാണ്, എങ്ങനെ കാലം മാറി കളിക്കണമെന്ന് നന്നായിട്ട് അറിയുന്ന ആളാണ്. ആരായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ്? വോട്ടിംഗ് അനുസരിച്ചിട്ടാണെങ്കിൽ മറ്റേ രജിത് സാർ ആവാനാണ് ചാൻസ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വീക്കിലൊക്കെ ആണെങ്കിൽ വോട്ടിംഗ് വെച്ചിട്ടൊന്നും ഔട്ടാക്കിയിട്ടില്ല. അപ്പോൾ വോട്ടിങ്ങിലൊക്കെ ഭയങ്കര അട്ടിമറി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ പേര് ദിവ്യ. ഉണ്ട്. എനിക്ക് ആര്യയാണ് ഇഷ്ടം, കാരണം ഗെയിം എന്ന നിലയിൽ കളിക്കുന്നത് ആര്യാണ്. അത് ആ പ്രൊഫസറിനെ. ഫുക്രുവിനെ പറ്റി പറയുകയാണെങ്കിൽ ക്രൂക്കഡാണ് കുറച്ച്. അത് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ദേവിക. ഫുക്രു അല്ലേ? ഇച്ചിരി ബഹളം കൂടുതൽ. ഫുക്രു പൊളിയാ.